ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന സംശയത്താൽ കൊച്ചിയിൽ മന്തിക്കട അടപ്പിച്ചിരിക്കുന്നു. തമ്മനം പുല്ലേപ്പടി റോഡിലെ അൽഡ്രീം മന്തിക്കടയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചിരിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി 4 പേരുടെ പരാതി ലഭിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നത്? ഈ പരാതിപ്പെട്ട ആളുകളൊക്കെ ഭക്ഷ്യവിഷബാധയേറ്റ ആശുപത്രിയിലാണോ ഉള്ളത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് നടപടി? കൊച്ചി നഗരത്തിൽ തന്നെ നിരവധി ഔട്ട്ലെറ്റുകളുള്ള സ്ഥാപനമാണ് അൽഡ്രീം എന്ന് പറയുന്നത്. അൽഡ്രീമിലെ കടവന്ത്രയിലെ ഔട്ട്ലെറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരാതി ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കടവന്ത്രയിലെ ഔട്ട്ലെറ്റ് താൽക്കാലികമായി അടച്ചിരിക്കുന്നത്. അവിടെ നിന്ന് സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ പൂട്ടിയിടാനാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അൽഡ്രീമിൻ്റെ പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. സാധാരണ ഇത്തരം നിരവധി ഔട്ട്ലെറ്റുകൾ ഉള്ളപ്പോൾ കേന്ദ്രീകൃത അടുക്കള എന്ന രീതി പല ഹോട്ടലുകളും അവലംബിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങൾ ഓരോ ഔട്ട്ലെറ്റുകൾക്കും അതാത് ഔട്ട്ലെറ്റുകളിൽ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിട്ടുള്ളതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും പറയുന്നത്. മാനേജ്മെൻറ്റ് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ആവശ്യപ്രകാരമാണ് ഹോട്ടൽ അടച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക.